മീഡിയ നെറ്റ് ഒരുക്കുന്ന കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യതിരിക്തമായ ഒരു വിഷയമാണ് കാഴ്ചപ്പാട് കൈകാര്യം ചെയ്യുന്നത്. കച്ചവട രംഗത്ത് സജീവമായിട്ടുള്ള ഒരാൾ എഴുത്ത് രംഗത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ തെറ്റാവാം. കാരണം അദ്ദേഹം എഴുത്ത് രംഗത്ത് ഇപ്പോൾ സജീവമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം, രണ്ടാമത്തെ പുസ്തകവും അടിമാലിയിൽ പ്രകാശിതമാവുകയാണ്. എന്താണ് കച്ചവട രംഗത്തും എഴുത്ത് രംഗത്തും സംഭവിക്കുന്നത്? ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ തോമസ് മാടവന. അദ്ദേഹം അറിയപ്പെടുന്ന കച്ചവടക്കാരനാണ്. മേഖലയിലെ ഏലം കൃഷി രംഗത്ത്, ഒപ്പം തന്നെ അതിൻ്റെ ബിസിനസ് രംഗത്ത് ഒക്കെ അറിയപ്പെടുന്നുവെന്ന് മാത്രമല്ല, പ്രധാനമായും അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് എന്നുള്ളതാണ് ഈ ഇൻട്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ മറ്റൊരു ഉദ്ദേശം. സ്വാഗതം സർ. ഈ സാധാരണ നിലയിൽ കച്ചവടക്കാരെ പരിചയപ്പെടുത്തി കൊണ്ടുള്ള ഒരു പരിപാടിയല്ല കാഴ്ചപ്പാട്. പക്ഷേ ഈ തോമസ് മാടവന എന്ന വ്യക്തിത്വത്തെ കാഴ്ചപ്പാടിലൂടെ പരിചയപ്പെടുത്തണമെന്ന് പ്രത്യേക ഉദ്ദേശത്തിലാണ്. കാരണം അങ്ങ് നല്ലൊരു ബിസിനസ്സുകാരനാണ്, ഒപ്പം എഴുത്തുകാരനാണ്, ഒപ്പം കലാകാരനാണ്, നടനാണ്. അങ്ങനെ ഒട്ടേറെ മേഖലകൾ. ആദ്യം നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. ഈ അടിമാലി മേഖലയിൽ ബിസിനസ് ആരംഭിച്ചിട്ട് എത്ര കാലമായി? അടിമാലി മേഖലയിൽ ബിസിനസ് ആരംഭിച്ചത് 1991 ഇവിടെ വന്ന് ഞാൻ കട തുടങ്ങിയത്. അതിനു മുമ്പ് കുരിശുപാറയായിരുന്നു. അവിടെ വെച്ച് പലചരക്ക് മുതൽ മുഖ്യം ഏലക്ക തന്നെ. ഏലക്ക കച്ചവടം ഉണ്ടായി, ഏലക്ക കൃഷിയും ഉണ്ടായി. 91 കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് അന്നത്തെ ഉള്ള സാഹചര്യം, കുട്ടികൾക്ക് അങ്ങോട്ട് ഇവിടെ ഒന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്, യാത്രാ സൗകര്യം ഇല്ലാതിരുന്നതുകൊണ്ട് അത് കണക്കാക്കിയാണ് പെട്ടെന്ന് അടിമാലിക്ക് വരികയും അടിമാലി എന്ന് കട തുടങ്ങുകയും ചെയ്തത്. താമസം അടിമാലിയിലേക്ക് മാറ്റിയിരുന്നു. 91 താമസം കൂടി വന്ന് ബിസിനസ് ഇവിടെ തുടങ്ങി. ഈ ഏലക്കായുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല കാലാവസ്ഥയും അതിനു പറ്റിയ ഭൂപ്രദേശമൊക്കെ ഈ കുരിശുപാറയായിരുന്നില്ലേ? കുരിശുപാറയായിരുന്നു. കുരിശുപാറ എന്ന് മാത്രം പറയാൻ പറ്റില്ല. നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ കുരിശുപാറയാണ്. അത് ഒപ്പം തന്നെ വയസ്സമാലി ഭാഗമൊക്കെ, വയസ്സമാലി, ശാന്തമ്പാറ, അടിമാലിയെ അപേക്ഷിച്ച് കുരിശുപാറയാണ്. അതെ, കുരിശുപാറ നല്ല തോട്ടങ്ങളുണ്ട്. ആ കാലത്ത് ഏലത്തിന് എങ്ങനെയായിരുന്നു? വിലയൊക്കെയുള്ള കാലമായിരുന്നു. ഞാൻ 91 ഞാൻ വരുമ്പോ ഏതാണ്ട് ഒരു 350 രൂപ 400 രൂപ. ലാഭകരമായിരുന്നോ ഏലം കൃഷി അക്കാലത്ത്? ആ കാലത്ത് സത്യത്തിൽ പറഞ്ഞാൽ ഏലം കൃഷി ലാഭകരമായിട്ട് ഒരു 4-5 വർഷമായിട്ടുള്ളൂ. അതേവരെ തഷ്ടിച്ച് അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാണ്ട് എൻ്റെ അനുഭവത്തിൽ വലിയ ഒരു ലാഭകരമല്ലായിരുന്നു. തോട്ടം മേഖലയിലെ കൃഷി എന്ന നിലയിൽ വൻകിടക്കാർ ഈ രംഗത്ത് കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്തിരുന്നല്ലോ ആ കാലത്ത്? ഉണ്ടായിരുന്നു. അന്നൊക്കെ വൻകിടക്കാര് തോട്ടവർക്ക് കൃഷി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വേണ്ടത്ര കൃഷി നല്ല രീതിയിൽ നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലാഭകരമല്ലായിരുന്നു. ഈ കുത്തകപ്പാട്ട വ്യവസ്ഥയിലുള്ള ഭൂമിയിലാണോ അങ്ങ് കൃഷി ചെയ്തിരുന്നത്? എനിക്ക് കുത്തകപ്പാട്ട ഭൂമി ഉണ്ടായിരുന്നു, പട്ടയഭൂമി ഉണ്ടായിരുന്നു. പട്ടയഭൂമി ഞാൻ ഒരു 89 പട്ടയഭൂമി വാങ്ങുന്നത്. അന്ന് ഇന്നത്തെ പോലെ ഭൂപ്രശ്നങ്ങളൊന്നും അന്ന് കാര്യമായ ഭൂപ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. തൊഴിലാളികളെ ഇതിനേക്കാൾ കൂടുതൽ കിട്ടുമായിരുന്നു. ഇന്ന് തൊഴിലാളികളെ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളി, ഒരു കാലത്ത് ഇവിടെ നമ്മുടെ മലയാളികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തമിഴ്ക്കാരായിരുന്നു ജോലിക്കാർ. ഇന്നിപ്പോൾ തമിഴ്ക്കാരെ കിട്ടാനില്ല. ഇന്ന് എല്ലാ രംഗവും കൈയടക്കിയേക്കുന്നത് ബംഗാളികളാണ്, ഇതര സംസ്ഥാനക്കാർ. ബംഗാളി എന്ന് പറയാൻ പറ്റുമല്ലോ ഇന്നിപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത്. അങ്ങ് ഈ ഏല കൃഷിയിലൂടെ ആരംഭിച്ചതാണ് പിന്നീട് ഏല കച്ചവടം? അല്ല, ഞാൻ കച്ചവടത്തിലേക്കാണ് ആദ്യം. കച്ചവടത്തിൽ നിന്നാണ് കൃഷിയിലേക്ക് വന്നത്? കൃഷിയിലേക്ക്. സാധാരണ കൃഷിക്കാരിൽ നിന്നാണ് കൃഷിയിൽ നിന്നാണ് കച്ചവടത്തിലേക്ക് വരുന്നത്. ഞാൻ കച്ചവടമാണ് തുടക്കം മുതലേ. ഇതിലേതാണ് ലാഭം? കച്ചവടം തന്നെ. എല്ലാ രംഗത്തും അത് കച്ചവടം എന്ന് വെച്ചാൽ ചിലപ്പോൾ ലാഭവും കിട്ടും, ചിലപ്പോൾ നഷ്ടവും വരും. എന്ന് പറഞ്ഞാൽ ഞാൻ ഏലക്ക വാങ്ങി വിലയുടെ നേരെ പകുതി വിലക്ക് വിറ്റിട്ടുണ്ട്. ഇരട്ടി വിലക്ക് വിറ്റായിട്ടും ഇരട്ടി വിലക്ക് വിറ്റിട്ടുണ്ട്. പക്ഷെ ആളുകൾ പറയുമ്പോൾ നഷ്ടങ്ങളെ കുറിച്ച് ആദ്യം പറയും. അല്ലല്ല, അത് രണ്ടും സംഭവിക്കും. ഇപ്പൊ ഞാൻ വിറ്റിരിക്കുന്ന ഒരു ഏലക്ക വിറ്റിരിക്കുന്നത് 2 ടൺ ഏലക്ക വിറ്റിരിക്കുന്നത് 1 കിലോയ്ക്ക് 100 രൂപ വെച്ച് നഷ്ടം വരും.
ഇന്നത്തെ ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് ഈ ഏലക്കായ്ക്ക് വില കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് ശരി. അത് പ്രത്യേകിച്ച് നല്ല ഏലക്കായ്ക്ക് വലിയ കുറവ് വന്നിട്ടില്ല, ചെറിയ ഫ്ലക്ച്വേഷനേ ഉള്ളൂ. ഈ കുറഞ്ഞ ടൈപ്പ്, സെക്കൻഡ് ടൈപ്പ് ചൊറി ഏലക്കായ എന്ന് പറയും, അത് വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2350 രൂപ നിന്ന സാധനം ഇന്നിപ്പോൾ 2200 രൂപ. വലിയ കച്ചവടക്കാരൻ എന്ന അല്ലെങ്കിൽ ആ രംഗത്ത് കുറെ വർഷങ്ങളുടെ പാരമ്പര്യം അങ്ങേക്കുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി അല്ലെങ്കിൽ 3 വർഷക്കാലമായി ഏലത്തിന്റെ വില ഏതാണ്ട് സ്റ്റഡിയായി തന്നെ നിൽക്കുന്നുണ്ട്, കർഷകന് അനുകൂലമായി നിൽക്കുന്നുണ്ട്. അതെ, അത് ബിസിനസ്സുകാർക്ക് ഗുണമാവുന്നുണ്ടോ? ബിസിനസ്സുകാർക്ക് ഗുണമാണ്, കൃഷിക്കാർക്കാണ് കൂടുതൽ ഗുണം. കൃഷിക്കാർക്കാണ് കൂടുതൽ ഗുണമെന്ന് പറയാൻ കാരണം ഈ ബിസിനസ്സുകാർക്ക് എപ്പോഴും ഫ്ലക്ച്വേഷൻ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് 100 കൂടിയെന്നിരിക്കും, പെട്ടെന്ന് 100 കുറഞ്ഞെന്നിരിക്കും. അതുകൊണ്ട് എപ്പോഴും റിസ്ക് ആണത്. ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് ഈ കൃഷിക്കാരും ഒക്കെ ആയിട്ട് സംവദിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഒരു ഏലക്കായുടെ സുഗന്ധം അനുഭവപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏലക്ക ജനങ്ങളിൽ സുഗന്ധം ഏറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? ഇടുക്കി, എൻ്റെ ഭാഷയെ പറഞ്ഞ ഇടുക്കി രക്ഷപ്പെട്ടിട്ടുണ്ട്. 4-5 വർഷമായിട്ട് ഏലക്കായുടെ വില ഉണ്ട്. ഇടുക്കിയിലുള്ള ഏലം കൃഷി ചെയ്ത എല്ലാ കൃഷിക്കാരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ തമാശ പറയുന്നുണ്ട് ആളുകൾ, അമ്മിക്കല്ല് വരെ എടുത്തു മാറ്റി അവിടെ 2 ഏലച്ചെടി വെച്ച്. അങ്ങനെ വെക്കാത്ത കർഷകരില്ല. അതെ, ഒരു കാലത്ത് ഒട്ടും ശ്രദ്ധിക്കില്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന തോട്ടങ്ങളിലൊക്കെ ഞാനിവിടെ വരുന്ന കാലത്ത് ഏതാണ്ട് ഞാനിവിടെ വന്ന് 79 അന്നൊക്കെ ഒരു തോട്ടത്തില് വലിയ വലിയ തോട്ടങ്ങളിൽ കിട്ടുന്ന ഒരു ഏക്കറിൽ നിന്ന് കിട്ടുന്ന 25 കിലോ അല്ലെങ്കിൽ 50 കിലോ ഒക്കെ. കാരണം പണി ചെയ്യില്ല, ചെയ്താൽ വലിയ പ്രയോജനമില്ല. അപ്പോൾ ഒരു തരം അവർക്ക് കുറേ അസറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ള, നാട്ടിലുള്ള കുറേ മുതലാളിമാർക്ക് ഹൈ റേഞ്ചിൽ കുറേ അസറ്റ് ഉണ്ടെന്ന് പറയാം. 50 ഏക്കർ അല്ലെങ്കിൽ 100 ഏക്കർ 200 ഏക്കർ തോട്ടമൊക്കെ ഉണ്ട്. അത് കുറെ സൂപ്രണ്ടന്മാരും കുറെ പണിക്കാരും ഒക്കെ വെച്ച് ഒരു തരത്തിലങ്ങ് ഓടി. അങ്ങനെയായിരുന്നു അന്ന് വരുന്ന സൂപ്രണ്ടന്മാരൊക്കെ സാറുമാരായിരുന്നു. അതെ അല്ലേ? ആദ്യകാലത്ത് ഹൈറേഞ്ചിലെ സാറുമാർ അവരെല്ലാവരും സാറിനായിരുന്നല്ലോ. അതൊക്കെ ഒരു ആദരവിന്റെ ഭാഗമായിരുന്നു. ഏതായാലും കഴിഞ്ഞ 4-5 വർഷക്കാലമായി ഏലക്കായുടെ സുഗന്ധം എന്താണെന്ന് കർഷകർ ശരിക്ക് മനസ്സിലാക്കുന്നില്ലേ? അതുകൊണ്ട് തന്നെയല്ല അവരുടെ ജീവിതത്തിന്റെ നിലവാരങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കൃഷി എങ്ങനെയാണ് ജനങ്ങൾക്ക് ഗുണപ്രദമായി മാറുന്നത്? നല്ല രീതിയിൽ പഠിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി ഏതാനും വർഷമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരെ പരിപാലിക്കുന്ന, കുട്ടികളെ പരിപാലിക്കുന്നവരെയാണ് ഏലത്തിനെ പരിപാലിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പൊക്കെ കൊടുക്കുക, ഏറ്റവും നല്ല ഹോർമോണുകൾ അടിച്ചു കൊടുക്കുക, വിദഗ്ധമായ രീതിയിൽ കൃത്യമായിട്ട് മരുന്നുകൾ ചെയ്യുക, വളം. പൈസ കിട്ടുന്നുണ്ടെങ്കിൽ പൈസ അങ്ങോട്ട് മുടക്കുന്നതിന് മനുഷ്യന് വിഷമമില്ല. പക്ഷേ ഈ ഹോർമോൺ കൊടുക്കുക, സൂപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കുറെ ജൈവികമായ ഒരു രീതിയാണ്. ആ പരീക്ഷണങ്ങളും നല്ലതാണ്. പക്ഷെ തീർത്തും അജൈവികമായ ഒരുപക്ഷെ തീർത്തും നമുക്ക് പറ്റാത്ത എക്കാലക്സ് പോലുള്ള വലിയ മരുന്നുകൾ അടിക്കുന്നു. കാലക്സ് ചെറുതാ, അതിനേക്കാൾ കൂടിയൊരു സാധനം ഉണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. വലിയ സാധനങ്ങളുണ്ട്. അതിവിടെ നിരോധിച്ചേക്കണ സാധനം, അതൊക്കെ തമിഴ്നാട്ടിൽ കിട്ടും. അതിപ്പോഴും ഇവിടെ ഈ തമിഴ്നാടിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ഇത്ര വലിയ കൂടിയ വിഷമടിക്കുന്ന ഇതിന്റെ ഈ കീടങ്ങള് വർദ്ധിച്ചു മരുന്നുകളെ അടിക്കുന്നതോറും കീടങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടിയ സാധനം അടിച്ചാലാണ് പെട്ടെന്ന് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഈൽഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഈ കുരങ്ങ് പോലുള്ള വന്യജീവികള്, കുരങ്ങനെയൊക്കെ നമ്മളിപ്പോ അങ്ങനെ പറയാനാവില്ല, കാരണം കുരങ്ങൻ പരിണമിച്ചാണ് മനുഷ്യനുണ്ടായതൊക്കെയാണല്ലോ അല്ലേ ഡാർവിൻ സിദ്ധാന്തം. അപ്പൊ ഈ കുരങ്ങൻ പോലുള്ള ജീവികൾ വന്നിട്ട് ഇതിന്റെ തണ്ട് വലിച്ചു കീറി ഈമ്പി കുടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഉണ്ട്. ഞാൻ അനുഭവസ്ഥനാണ്. ഞാനൊരു 10-15 ഏക്കർ സ്ഥലം കൃഷി ചെയ്തു. ഞാനപ്പോൾ ഇത് കൃഷിയൊക്കെ ചെയ്ത് തൈയെല്ലാം ഇട്ട് അതിൻ്റെ ചിമ്പൊക്കെ അടിച്ചു എന്നെ ചെന്ന് കണ്ടു കഴിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അത്ര നല്ല കാര്യത്തിലാണ്. പക്ഷേ അതിന് തണ്ടെന്നല്ല ചിമ്പെന്നാണ് പറയുന്നത്. അപ്പം അതിങ്ങനെ പറഞ്ഞാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. നല്ല ആരോഗ്യത്തിലാണല്ലോ വരുന്നത്. ഒരു 2 ആഴ്ച കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ചെന്ന് ഇത് മുഴുവൻ വലിച്ചു കയറിയിട്ടിരിക്കുക. ഒരു കൂട്ടം കുരങ്ങുകൾ വന്നിട്ട് ഇത് മുഴുവനെ കീറി കളഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിന് പറ്റിയ മധുരം കാണും. എന്തോ ഒരു ചെറിയ ഇളം മധുരമുണ്ട്, കുരങ്ങന്റെ ശല്യമുണ്ട്. ഈ മുള്ളം വിഷം അടിക്കുമ്പോഴും ഇതിങ്ങൾ ഈ കൂമ്പലെടുക്കണേ അതിനകത്ത് ചെല്ലുന്നില്ല. മുള്ളമ്പന്നി ഉപദ്രവമുണ്ട്. അതേ കഴിഞ്ഞ 2 ആഴ്ച എന്റെ മകന്റെ തോട്ടത്തില് ലക്ഷ്മിയിൽ കുറെ തോട്ടം എടുത്ത്
നല്ല കായ ഉണ്ടായിരുന്നു. ഒരു ദിവസം ചെന്ന് കഴിയുമ്പോ ഇതിന്റെ ശര മുഴുവൻ കണ്ടിച്ചിട്ടിരിക്കുക. കായ പെറുക്കി എടുക്കാൻ എളുപ്പമുണ്ടോ? ഒന്ന് പിഞ്ചല്ലേ, മൂത്തട്ടില്ല. മൂക്കാതെ. ഇതിനകത്ത് ഒരു കൊത്തയില് 1-2 കായ മൂത്തുള്ളൂ, ബാക്കിയെല്ലാം പിഞ്ചു കായ. മറ്റേ മുള്ളൻ പന്നി എന്ന് പറയുന്ന ജീവി കൂട്ടത്തോടെ വരുന്നില്ല. 2-3 ഒക്കെ ഒന്നിച്ചു വരും. അങ്ങനെ വന്നിട്ടാണ് അത് നശിപ്പിച്ചു കളയാ. മറ്റേ പന്നിയാണ് കൂട്ടത്തോടെ വന്നത്. മറ്റേ പന്നി വന്നിട്ട് ഇതിന്റെ ചോട് കുത്തി കളയുമോ? അത് കുത്തിക്കളയും. അത് വലിയ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് മണ്ണിലേക്ക് മണ്ണിര തിന്നാൻ വേണ്ടി കുത്തുമ്പോ പക്ഷെ ഇതുപോലെ വിഷം പ്രയോഗിക്കുന്ന സ്ഥലത്ത് എവിടെ മണ്ണിര ഉണ്ട്. എങ്കിലും മണ്ണിര ഉണ്ട്, ചില ചതുപ്പ് ഭാഗങ്ങളിലൊക്കെ മണ്ണിര ഉണ്ട്. അതൊക്കെയാണ് നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണം അല്ലെ. മനുഷ്യൻ മണ്ണിനോട് ഇതുപോലെ ക്രൂരത ചെയ്തിട്ടും മണ്ണിര സംരക്ഷിക്കപ്പെടുന്നു അതെ. ചില മരമൊക്കെ വീണിട്ട് ചതുക്കിച്ച് കിടക്കുന്നുണ്ടാവും. അതിന്റെ പരിസരത്ത് നിൽക്കുന്ന തൈ ഉറപ്പായിട്ടും കുത്തിക്കളയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചതുക്കിച്ച മരത്തിന്റെ അടുത്തേക്ക് ഇതിന്റെ ഏലത്തിന്റെ വേര് പായും. അപ്പൊ അവൻ ചതുക്കിച്ച മരം കുത്തുമ്പോ അതിൻ്റെ കൂടെ പുഴുക്കളൊക്കെ ഉണ്ടാവും. തിന്നാനേ പറഞ്ഞ അവൻ ചെടി കളയാൻ പറഞ്ഞതല്ല, പക്ഷെ സാന്ദർഭികമായിട്ട് കുത്തി വരുമ്പോൾ തൈയൊക്കെ പോകും. ഈ ഏലം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കയറ്റുമതി ആയിട്ട് നേരിട്ട് ബന്ധപ്പെട്ടോ? കയറ്റുമതി ഞാൻ നട്ടില്ല, അതിന് അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്ക് കൂടുതൽ റിസ്ക് എടുക്കാനുള്ള ഒരു താല്പര്യമില്ല. തനിച്ച് ഒത്തിരി റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. വാങ്ങുന്ന ഈ ഏലം സോർട്ട് ചെയ്യുമോ? പല ഏലം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് പലതായി തിരിക്കും. അതായത് ഞങ്ങൾ ഏലക്കാൻ മേടിച്ചു കഴിഞ്ഞാൽ ഒരു തോട്ടക്കാരായിരുന്ന ചിലപ്പോൾ ഓഷയിൽ നിന്ന് ഏലക്കാൻ മേടിച്ചാൽ അതിനകത്ത് ഐറ്റമ്മം സാധാരണ രീതിയിൽ ഒരു മാതിരിയുള്ള ഏലക്കായിൽ ഒരു 30% ഐറ്റം കാണും. അത് ചിലപ്പോൾ 30 മുതൽ 50 വരെ കിട്ടുന്ന ഏലക്കായ ഉണ്ട്. 30% ഐറ്റം ആണെങ്കിൽ അതിനകത്തൊരു 40% 7 to 8 എന്ന് പറഞ്ഞ ഒരു ഐറ്റം ഉണ്ടാവും. 7 to 8 താഴെ 6 to 7 ഒരു ഐറ്റം വരും. എങ്ങനെയാണ് തരംതിരിക്കുന്നത്? അത് നമ്മൾക്ക് ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ മെഷീനിലിട്ട് ഗ്രേഡ് ചെയ്യും. അപ്പൊ 4 ഐറ്റമായിട്ട് നമുക്ക് അത് തിരിഞ്ഞൊരു അതിന്റെ വലിപ്പം മാത്രമാണല്ലോ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് പറഞ്ഞത്. അതെ, ഐറ്റം വലിപ്പം മാത്രം. പക്ഷെ ഇതിന്റെ കളർ ഒരു ഘടകമല്ലേ? ഘടകമാണ്. അതെങ്ങനെയാണ്? കളറ് സാധാരണ സ്റ്റോറിൽ നിന്നാണ് അതിന്റെ ഏലക്ക ഉണങ്ങുന്ന കർഷകരെ ഏലക്ക ഉണങ്ങുമ്പോ അതിന് ഒരു കറക്റ്റ് ടൈമൊക്കെ ഉണ്ട്. അല്ല, കർഷകരല്ലല്ലോ ഇത് ഉണങ്ങുന്നേ. ഇതിന് ഉണങ്ങാനുള്ള സ്റ്റോർ ഉണ്ട്. അല്ല, കർഷകർ സ്വന്തം സ്റ്റോർ ഉള്ളവരുണ്ട്. എനിക്ക് സ്വന്തം സ്റ്റോർ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ തൽക്കാലം നിർത്തി വെച്ചിരിക്കുക. അപ്പൊ അത് ഇത്ര ഏലക്ക സ്റ്റോറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇത്ര ഡിഗ്രി ചൂട്, അത് കഴിഞ്ഞാൽ ഇത്ര ഡിഗ്രി ചൂട്, അങ്ങനെ ഒരു കണക്കുണ്ട്. ആ കറക്റ്റ് ചൂടിൽ പോയെങ്കിൽ അത് കൃത്യമായിട്ട് കളർ കിട്ടും. ഇങ്ങനെ ഗ്രേഡ് ചെയ്ത ഏലക്ക അങ്ങ് എവിടെയാണ് കൊടുക്കുന്നത്? ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ഓഷൻ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി, എനിക്ക് ഈ അങ്കമാലി മഞ്ഞപ്പുറ ഭാഗത്ത് ചില കച്ചവടക്കാരുണ്ട്. അവരൊരു ട്രിപ്പ് വന്ന് ഒരു 500 കിലോ 1000 കിലോ ഒക്കെ എടുത്തിട്ട് പോകും. അവരെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അത് മാർക്കറ്റുകളിൽ എറണാകുളം വേറെ അര കിലോ 1 കിലോ അരിയില്ലല്ലോ, അവർ കൊണ്ടായിട്ട് 100 കിലോ 200 കിലോ കൊടുക്കുന്നവർ. അങ്ങനത്തെ ഹോൾസെയിൽ കച്ചവടക്കാരെ എനിക്കുള്ളത്. ഏതാനും പേരുണ്ട്. അവർ വന്ന് 500 കിലോ ചിലർ 1000 കിലോ എടുത്തിട്ട് പോകും. എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവരത് കൊണ്ടായിട്ട് ചാക്ക് കണക്കാനാണ് കൊടുക്കുന്നത്. ഈ ഓപ്ഷൻ എവിടെയാണ് നടക്കുന്നത്? ഓപ്ഷൻ നടക്കുന്നത് ഇപ്പൊ നമ്മുടെ ബോഡി നായ്ക്കരലാണ് ഒരു സെന്ററുള്ളത്. അടുത്ത് നമ്മുടെ കേരളത്തിൽ പുറ്റടിയിലാണ്. ഇത് രണ്ടും സ്പൈസസ് ബോർഡിന്റെ അണ്ടറിലാണ് ഇത് അവിടെ പ്രവർത്തിക്കുന്നത്. പുറ്റടി എന്ന് പറയുന്നത് നമുക്ക് വണ്ടംമേടാണ്. അതായത് നമുക്ക് പുളിയമലയിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന സ്ഥലമാണ്. അപ്പൊ പുറ്റടി ഇതിന്റെ ഒരു കേന്ദ്രമാണ് അല്ലേ? വണ്ടംമേട് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വണ്ടപ്പെരിയാറും വണ്ടംമേടും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ഏലക്കായുടെ മെയിൻ കേന്ദ്രങ്ങളാണ്. ഈ ബോഡി നായ്ക്കുന്നൂര് അല്ലെങ്കിൽ ബോഡിയിൽ ഇത് വരുന്നത് ബോഡിയിൽ വരുന്നത് യഥാർത്ഥത്തിൽ കച്ചവടം ഏറ്റവും കൂടുതൽ ഇതിന്റെ ഡീലിങ്സ് നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. അത് വളരെ കാലമായിട്ട് ഈ തമിഴ്ക്കാരുടെ ഐലൻഡ് ബിസിനസിന്റെ ഏറ്റവും കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ഈ ഏലത്തിന്റെ വില ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അങ്ങ് കരുതുന്നത്? അത് ഇതിന് ആവശ്യങ്ങൾ കൂടി വരുന്നുണ്ട്, ഒത്തിരി ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ കായ കൂടുതലുണ്ടായി, ഉൽപാദനം കൂടി വന്നെങ്കിലും അതിനനുസരിച്ചുള്ള ഇതിന്റെ ഭക്ഷണ ആവശ്യത്തിലേക്ക് അല്ലാതെ മെഡിസിൻ ഒത്തിരി പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ ഒത്തിരി ഓയിൽ കമ്പനികളുണ്ട്. ഇതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് ഗാട്ടിമാല പോലുള്ള സ്ഥലങ്ങളിൽ ഏലം വലിയതായി നശിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. അത് ശരി. അത് ചില സമയത്ത് നശിക്കും, ചില സമയത്ത് പെട്ടെന്ന് തന്നെ
ഈൽഡായി വരുന്ന സമയത്ത് നമ്മുടെ ഏലക്കായ്ക്ക് വില കുറയും. അങ്ങ് ഈ കച്ചവടക്കാരൻ എന്ന നിലയിൽ സന്തോഷവാനാണോ? അതെ, ഞാൻ സന്തോഷവാനാണ്. കാരണം നമ്മുടെയൊക്കെ ഉള്ള അനുഭവം നഷ്ടങ്ങളുടെ അല്ല. നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ബിസിനസ് ആണോ നഷ്ടമുണ്ടോ ലാഭമുണ്ടോ? പ്രത്യേകിച്ച് ഏലക്കായിൽ. മറ്റുള്ള സാധനങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കുറയില്ല, കൂടുകയുള്ളൂ. പലചരക്ക് സാധനങ്ങൾ, സ്റ്റേഷനറി സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും കൂടുകയുള്ളൂ. അടിമാലിയിലെ ഈ തോമസ് മാടവന എന്ന കച്ചവടക്കാരൻ അടിമാലി വരുന്നതിന് മുമ്പ് തന്നെ അടിമാലി കച്ചവട രംഗത്ത് വലിയ പ്രതാപമുള്ള ഒരു ടൗൺ ആയിരുന്നു. അതെ ഇല്ലേ? അതെ. ഇപ്പൊ കേന്ദ്രവാരൻ ചേട്ടനെ പോലുള്ള ആളുകൾ ഇല്ലേ, മറ്റ് ഒത്തിരി പേര് ഈ അടിമാലിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കച്ചവടം നടത്തുന്ന ആളുകളുടെ ഒരു പരമ്പര തന്നെ ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ ഇല്ലാതായി മാറുന്നു, അവരുടെ മക്കൾ ഏറ്റെടുക്കുന്നു, അങ്ങനെ പോവുകയാണ്. പക്ഷേ ഈ അടിമാലിയിലെ ആ കച്ചവടത്തിന്റെ ഒരു പ്രതാപകാലം കഴിഞ്ഞെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു കാലത്ത് ഇവിടെ മുളക് ഭയങ്കര, കുരുമുളകിന്റെ ഭയങ്കര വരവായിരുന്നു, ഏലക്കായുടെ ഭയങ്കര വരവായിരുന്നു. അത്രയും ഇങ്ങോട്ട് വരുന്നില്ല. ഏലക്ക ഒരു സമയത്ത്, ഞാൻ വരുന്ന സമയത്ത് അടിമാലിലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ STC ആയിരുന്നു. STC വർഗീസ് അറിയായിരിക്കും. തീർച്ചയായിട്ടും. സ്പൈസസ് ട്രേഡിംഗ് കമ്പനി. അവിടെ ഒരു ദിവസം ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു. ഒത്തിരി ഏലക്ക അവിടെ വരുമായിരുന്നു. ഇപ്പൊ അത്രയും ക്വാണ്ടിറ്റി ഏലക്ക ഇങ്ങോട്ട് വരുന്നില്ല. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പോക്കറ്റുകളിലൊക്കെ കച്ചവടക്കാരായി. അപ്പൊ ഇങ്ങോട്ട് അങ്ങനെ വരില്ല. എല്ലാ മേഖലയിലും ആളുകൾ വലിയ തോതിലേക്ക് ഈ രംഗത്തേക്ക് ഇറങ്ങി. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് അധികം വരാതായി. പിന്നെ ഒരു പരിധി വരെ ഈ കച്ചവടം ഒരു 60% ഓപ്ഷൻ കടക്കാരുടെ സ്റ്റഡിയിലേക്ക് ആയിട്ടുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പറയാം. ഞാൻ അതിലേക്ക് നമുക്ക് ഒത്തിരി പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഇതിനിടയിൽ അങ്ങ് ഈ കച്ചവട രംഗത്ത് നിന്നുകൊണ്ട് തന്നെ അങ്ങ് കലാരംഗത്ത് ചില അടയാളപ്പെടുത്തലുകൾ, ചില വ്യക്തിമുദ്രകൾ നടത്തിയിട്ടുണ്ട്. സാധാരണ ഈ കച്ചവടക്കാർക്ക് ഈ കലയോടൊന്നും വലിയ താല്പര്യമില്ലാത്തവരാണ്, അല്ലേ? ആ കലയോട് താല്പര്യമില്ലാത്ത വിഭാഗക്കാർ പലരുണ്ട്. ഞാൻ അവരുടെ പേര് എല്ലാം പറയുന്നില്ല. അതിലൊരു വിഭാഗം കച്ചവടക്കാർക്ക് പൊതുവേ കലാകാരന്മാരോട് അത്ര അനുഭാവമൊന്നും വെച്ചിട്ടില്ല. പക്ഷെ അങ്ങ് കച്ചവട രംഗത്ത് നിൽക്കുമ്പോഴും ഈ ഇലയില്ലാ പൂമരം എന്ന് പറയുന്ന ഒരു ടെലിഫിലിമിൽ അഭിനയിക്കുന്നു. അതിൽ തന്നെ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു, അല്ലേ? കൊള്ളാവുന്ന ടെലിഫിലിം. ഈയിടെ പോലും അത് ചില മേഖലകളിൽ ചർച്ച ചെയ്തതായിട്ട് കേട്ടു, കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും, അല്ലേ? അപ്പോൾ ചില കലാ സൃഷ്ടികൾ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരും. നമ്മുടെ കവികൾ അതുപോലെയാണ്. അപ്പോൾ വയലോപ്പള്ളിയൊക്കെ അക്കാലത്ത് ചർച്ച ചെയ്യപ്പെടായിരുന്നിട്ട് ഇപ്പോൾ ഭയങ്കരമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പോലെ കുറെ വർഷങ്ങൾക്ക് ശേഷം, അല്ലേ, ചർച്ച ചെയ്യുന്ന കവികളെ പോലെ അല്ലെങ്കിൽ ചില സൃഷ്ടികളെ പോലെ അങ്ങ് അഭിനയിച്ച അത് ഈ അടുത്ത കാലത്ത് വീണ്ടും ചർച്ചാ വിഷയമാകുന്നുണ്ട്. എന്താണ് ഈ കലയോട് ചെറുപ്പത്തിലെ പ്രണയം ഉണ്ടായിരുന്നു? അത് എന്തോ എനിക്ക് അതിനോട് ഒരു താല്പര്യമുണ്ട്. വർഷങ്ങൾ മുമ്പ് ഞാനവിടെ റേഞ്ചിൽ വന്ന് ഇപ്പോൾ അവിടെ കുരിശുവാരയായിരുന്നെന്ന് പറഞ്ഞല്ലോ, അവിടെ വെച്ച് തന്നെ ഈ സാംസ്കാരിക കാര്യങ്ങളിൽ ഞാനും ഡേവിഡിനെ ഓർക്കുന്നുണ്ടല്ലോ, ഡേവിഡുമായിട്ട് ബന്ധപ്പെട്ടാണ് നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല. നാടകത്തിന്റെ പിന്നണി പ്രവർത്തനമായിട്ട് എന്ന് വെച്ചാൽ സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഒരു വലിയ നാടകം ഞങ്ങളവിടെ ഡേവിഡ് അർക്കുള്ള നിരവധി കലാകാരന്മാരെ കൂട്ടി നടത്തി ഒരു ഏകാംഗ നാടകം നടത്തി. ആ ഏകാംഗ നാടകം, ഒരു ഏകാന്ത നാടകം അത് സംവിധാനം ചെയ്തത് ഞാനാണ്. അപ്പൊ ചെറുപ്പം മുതലേ തന്നെ ഈ കല, അല്ലേ, നാടക ഒരു കാലത്ത് ഈ നാടകങ്ങളുടെ അരങ്ങുവാഴ്ചയായിരുന്നു ഹൈറേഞ്ച് മുഴുവൻ, അല്ലേ? കേരളം മുഴുവൻ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ കായിക ക്ലബ്ബുകളുടെയൊക്കെ ഭാഗമായിട്ട്, പള്ളിപ്പെരുന്നാളുടെ ഭാഗമായിട്ട്, ഉത്സവങ്ങളുടെ ഭാഗമായിട്ട് എല്ലായിടത്തും നാടകങ്ങളായിരുന്നു. അത് തദ്ദേശീയരായ ആളുകൾ നാടകം പഠിച്ച് അഭിനയിക്കുന്ന ഒരു രീതി തന്നെ ഹൈറേഞ്ചിലുണ്ടായിരുന്നു. അതൊക്കെ പോയി ഇല്ലേ? അതൊക്കെ പോയി. അങ്ങനെ ഇതിനിടയിൽ എവിടെ ഉണ്ടെങ്കിലും പോവും. ഞാൻ ഒരേ സമയം ഒരു കാലത്ത് ഞാൻ കൊരട്ടിയില് കഥാപ്രസംഗം, ഒരു ഭാഗത്ത് കടാമംഗലം സദാനന്ദന്റെ പ്രസംഗം, ഇപ്പുറത്ത് അതിന്റെ ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് സാംബശിവൻ. ഇത് രണ്ടും കുറച്ചേരം ഇത് കേൾക്കും, കുറച്ചേരം അത് കേൾക്കാൻ പോകും. എനിക്ക് അങ്ങനെയുള്ള താല്പര്യം. നിസ്സാരമില്ല. കേരളത്തെ ഒരു കാലഘട്ടത്തില് കേരളത്തിന്റെ ആസ്വാദന ശേഷിയെ ഈ 2 പേര്, അല്ലേ, അതിശക്തി
ശക്തമായി പരീക്ഷിച്ചു എന്ന് വേണം പറയാൻ. കാരണം സാംബശിവനെ വെല്ലുന്നതല്ല സദാനന്ദൻ, പക്ഷെ സദാനന്ദനെ വെല്ലുന്നത് ഇവർ തമ്മിലൊരു വല്ലാത്ത അല്ലെ, രണ്ട് സ്ഥലത്ത് നിന്നുണ്ട്. കെ എസ് ജോർജ് ഒരു ഭാഗത്ത് പാട്ടുപാടി ജനങ്ങളെ ആസ്വദിച്ചു, എല്ലാം കൂടിയായി. ഏതായാലും കൊള്ളാം. അപ്പൊ ആ ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് ഒരു നവോത്ഥാന കാലവും കൂടിയാണ്. കേരളത്തിന്റെ ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ അങ്ങ് നല്ല ആസ്വാദകനായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെ. അതുകൊണ്ടൊക്കെ ആയിരിക്കുമോ ഈ അന്ത്യചുമനം എന്ന് പറയുന്ന ഒരു പുസ്തകം ആദ്യം എഴുതി ഇല്ലേ? അതിനകത്ത് എന്തായിരുന്നു കഥകളും കവിതകളും ഒക്കെ? അല്ല, കവിതകളില്ല, കഥകളും കവിതകളും. അന്ത്യചുംബനം എന്ന് ഞാൻ പറഞ്ഞ അതിനകത്തൊരു കഥ ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് കാണുന്ന പോലെ ചില തെറ്റായ ചില പ്രവണതകൾ, ചില അഭിനയങ്ങൾ, അതാണ് ഞാൻ അതിന് സൂചിപ്പിച്ചേക്കണത്. തെറ്റായ ചില രീതികൾ, അഭിനയങ്ങളുടെ ലോകമാണ് അഭിനയം. അതെ അതെ, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹിപ്പോക്രസി എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ അതിനകത്ത് കൊന്നവനാ പോയി മരിച്ചു കഴിയുമ്പോൾ അന്ത്യചുംബനം കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ അന്ത്യചുംബനം എന്ന് പേര് കൊടുത്തത്. ആ മനുഷ്യന്റെ പേരിൽ പലതരത്തിലുള്ള കുറ്റങ്ങൾ ചാർത്തിയവരും വഴക്ക് കൂടിയവരും അവരൊക്കെ മരിച്ചു കഴിയുമ്പോൾ ചുംബിക്കുക. അവനെ കൊന്നവനും പോയി ചുംബിക്കുക. വെടിവെച്ചു കൊന്നേച്ചും അവൻ മാറി അറിയാത്തവരും നടന്നിട്ട് പോലീസിന്റെ ഇതിൽ കേസ് വേറെ തരത്തിൽ തിരിച്ചുവിട്ട് ഈ രംഗത്തൊക്കെ ഇവനൊന്നും അറിയാതെ നടന്നു, എന്നിട്ട് അവൻ ചുംബിക്കുക. അപ്പൊ എത്ര വർഷമായി അന്ത്യചുംബനം എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങി? അതേ തന്നെ ഒരു 10 കൊല്ലമായിട്ടുണ്ട്. 10 കൊല്ലം മുമ്പേ തന്നെ ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന് കച്ചവടക്കാർക്കിടയിലൊക്കെ നല്ല സ്വീകാര്യത കിട്ടിയോ? അത് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. അത് എവിടെയൊക്കെ വിറ്റ് എങ്ങനെയൊക്കെയാണെന്ന് പോലും അറിയില്ല. ഞാനത് ഞാൻ സൂചിപ്പിച്ച ഇലല്ല പൂമരം എന്ന് പറയുന്ന ടെലിഫിലിം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മുടെ അങ്ങയുടെ സുഹൃത്തുക്കൾ വരവേറ്റത്? അതെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു, നന്നായിരുന്നു. ഇനിയും ആ രംഗത്ത് അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ ഒന്ന് സാറായിരുന്നല്ലോ, അതിനകത്തൊരു വേഷനായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇനി അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ അങ്ങ് പോകുമോ? അഭിനയിക്കാൻ എനിക്ക് കൂടുതൽ താല്പര്യമില്ലാത്ത വേറെ ഒന്നുകൊണ്ടല്ല. അതിനുവേണ്ടി നമ്മൾ പോകുമ്പോൾ എൻ്റെ ബിസിനസ്സിൻ്റെ ഒത്തിരി സമയം നഷ്ടപ്പെടും. ഞാൻ എപ്പോഴും എൻ്റെ ബിസിനസ് കോട്ടം വരാത്ത രീതിയിൽ തന്നെ എല്ലാ കാര്യവും ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് കോട്ടം വരാതെ രീതിയിൽ എന്തെങ്കിലും അവസരം കിട്ടിയാൽ ചിലപ്പോ. ഈ ബിസിനസ് എന്ന് പറയുന്നത് സാമ്പത്തികമായ നമ്മുടെ വരവാണ്. സാമ്പത്തികമായ വരവ് ഒരുപക്ഷെ മനുഷ്യന്റെ ജീവിത സുഖങ്ങളെയൊക്കെ വർദ്ധിപ്പിക്കും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഭൗതികമായ സുഖങ്ങളെയാണ് വർദ്ധിപ്പിക്കുന്നത്, ഇതൊരു മാനസികമായ സുഖം അല്ല. ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ബിസിനസ് ചെയ്തത് വലിയൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമല്ല, എനിക്ക് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ആക്റ്റീവ് ആയിരിക്കണം. ഞാൻ വെറുതെ ഇരിക്കുമല്ല, ചുമ്മാ കിടന്നുറങ്ങുക, ആ സ്വഭാവം എനിക്കില്ല. വെറുതെ ഇരിക്കുവാൻ മുത്തച്ഛനാവില്ലെന്നറിയില്ലേ പണിയൊന്നും ചെയ്തിടാതെ എന്ന് ONV സാർ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അത് നല്ലതാണ്, മനഃശാസ്ത്രപരമായ ഒരു സമീപനം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ എഴുതി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് സമയത്തെ വളരെ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തുക ഇല്ലേ? അത് ടൈം ടേബിൾ, മാൻ പവർ നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതെ, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ എഴുത്തുകാരൻ എന്ന നിലയിൽ അങ്ങയിലെ ഒരു എഴുത്തുകാരൻ വളർന്നു വന്നത് ഇങ്ങനെയായിരിക്കും. ഒരുപക്ഷെ ഈ 10 വർഷത്തിന് ശേഷം അന്ത്യചുംബനം എന്ന് പറയുന്ന പുസ്തകം എഴുതിയതിനു ശേഷം ചാവടി എന്ന് പറയുന്ന ഒരു പുസ്തകമായിട്ട് അങ്ങ് രംഗപ്രവേശം ചെയ്യുകയാണ് ഇപ്പോ, അല്ലേ? അതിപ്പോ അടിമാലിലെ കച്ചവടക്കാർക്കിടയിൽ അതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഈ തോമസ് മാടവന എന്ന് പറയുന്ന ആള് ഒരു കേവല കച്ചവടക്കാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് ചില സാമൂഹിക വീക്ഷണങ്ങളുണ്ട്. ആ വീക്ഷണങ്ങളാണ് ഈ പുസ്തകത്തിൽ വരുന്നത് എന്ന്, അല്ലേ? എന്താണ് അങ്ങയുടെ ഈ പുസ്തകത്തിലെ കണ്ടന്റ്? പുസ്തകത്തിലെ കണ്ടന്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിരിക്കുന്ന ചില ആൾക്കാരുടെ വളരെ ശോചനീയമായ അവസ്ഥയിൽ നിന്ന് അതിനെല്ലാം തരണം ചെയ്ത് അവർ ഉയർച്ചയിലെത്തുക. അപ്പൊ അതിജീവനത്തിന്റെ കഥ എന്ന് പറയുന്നത് നിസ്സാരമല്ല. ചില ആളുകൾ അവരുടെ സ്വന്തം ശേഷി കൊണ്ട്, അവരുടെ കഴിവ് കൊണ്ട്, അവരുടെ ഇച്ഛാശക്തി കൊണ്ട്, ചില ആളുകൾ തളർന്നു പോകാതെ, അല്ലെ, ജീവിതമേൽപ്പിക്കുന്ന പ്രഹരങ്ങളിൽ തളർന്നു പോകാതെ അവർ പിടിച്ചു നിന്ന് അത് അനുഭവമായിട്ട് എഴുതിയിട്ടുണ്ടോ? അതെ, അത് സ്വന്തം അനുഭവമായിട്ടോ മറ്റല്ല? സ്വന്തം അനുഭവമല്ല. ഞാൻ എൻ്റെ കഥകളെല്ലാം, ചില കഥകളിലും ഞാൻ തന്നെ ഉണ്ടാവും, ഞാനുണ്ടാവും, എൻ്റെ കൂട്ടുകാരുണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതും എൻ്റെ സ്വന്തം വളരെ അടുത്ത കൂട്ടുകാരെ അനുഭവിച്ചിട്ടുള്ളതും ഞാൻ കണ്ടറിഞ്ഞതും ഇതെല്ലാം കൂടി ചേർത്ത് ഒരു കഥയായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങിപ്പോ പറഞ്ഞത് വലിയ എഴുത്തുകാരെല്ലാം പറയുന്ന ഡയലോഗാണ് കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ എഴുത്തുകാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഈ എഴുത്തിൽ ഞാനുണ്ടാവും.
എഴുത്തിൽ ഞാനുണ്ടാകും എന്ന് പറഞ്ഞാൽ മിക്ക എഴുത്തുകാരും അവരുടെ ആത്മകഥകളെ മറ്റ് ചില ഭാവനയുമായി ബന്ധിപ്പിച്ചാണ് എഴുതി പോകുന്നത്. പലതും സാനുഭവങ്ങളായിരിക്കും. ഈ സാനുഭവങ്ങളെ വേറെ രീതിയിൽ ആവിഷ്കരിക്കുകയാണ്. ഒരിക്കൽ സാക്ഷാൽ പരമശിവനോട് പാർവതി പറയുന്നുണ്ട്, ഭഗവാനെ എനിക്ക് ഒരു കഥ പറഞ്ഞു തരാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്ത് കഥ എന്ന്. അപ്പോൾ പാർവതി പറയുന്ന ന്യായം, ഇതുവരെ ആരും പറയാത്ത കഥ, ഇതുവരെ ആരും പറയാത്ത കഥ, ഞാൻ കേട്ടിട്ടില്ലാത്തൊരു കഥയാവണം, വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു, ആ കഥയിൽ ഞാനുണ്ടാകണം എന്നാണ്. ആ കഥയിൽ ഞാനുണ്ടാകണമെന്നാണ് എന്ന് പറഞ്ഞാൽ വായനക്കാരന് വായിക്കുമ്പോൾ ആ കഥയിൽ വായനക്കാരനും ഉണ്ടാവണം. അതുകൊണ്ടാണല്ലോ സിനിമ കാണുന്ന അല്ലെങ്കിൽ സീരിയലൊക്കെ കാണുമ്പോൾ കരയുന്നത്. അല്ല, കാരണം അവർ കഥാപാത്രമായി മാറുകയാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അങ്ങ് പറഞ്ഞത് വളരെ വലിയ കാര്യമാണ്. വലിയ എഴുത്തുകാരൊക്കെ പറയുന്ന വലിയ വലിയ സംഭവമാണ്. അപ്പോൾ ആ ഞാനുണ്ടാവണം എന്നുള്ള വലിയ കാര്യമായിരുന്നു. അപ്പോൾ ഈ എഴുത്തിലെല്ലാം അത് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, പല ഭാഗത്തും ഉണ്ടാവും, വന്നിട്ടുണ്ടാവും. അതിനകത്ത് ഈ സർക്കാർ ഓഫീസിലെ അഴിമതിക്കെതിരെയൊക്കെയുള്ള ശക്തമായ ചില താക്കീതുകൾ അങ്ങയുടെ പുസ്തകത്തിലുണ്ട് എന്ന് പറയുന്നു. ഈ സർക്കാർ ഓഫീസിലെ അഴിമതികൾക്ക് അങ്ങ് ദൃക്സാക്ഷിയും അനുഭവവേദ്യപ്പെട്ട ആളുമാണ്. തീർച്ചയായിട്ടും ഞാൻ പല അനുഭവം ഉണ്ട്. ഞാൻ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരായിട്ട് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതിനകത്ത് എൻ്റെ ജീവിതത്തിനിടയ്ക്ക് ഇത്രയും കാലത്തിനിടയ്ക്ക് രണ്ട് അനുഭവമാണ് അഴിമതി ഇല്ലാതെ കൈകാര്യം ചെയ്ത 2 ഉദ്യോഗസ്ഥന്മാരുണ്ട്. നമ്മുടെ ഇവിടെ അടിമാലിലിരുന്ന ഒരു സെയിൽ ടാക്സ് ഓഫീസറിന് ഇന്ന് ഇവിടെ ഉണ്ട്, ഗോപി സാറ് അറിയായിരിക്കും. ഇവിടെ സെൽ ടാക്സ് ഓഫീസറായിരുന്നു. അങ്ങേരെ അത് നമുക്ക് പലതരത്തിൽ ഈ ടാക്സ് റീഫണ്ടബിൾ വരുന്ന സമയത്ത് സാധാരണ ഉദ്യോഗസ്ഥന്മാരാണ് ചെന്നാൽ അത് കിട്ടണമെങ്കിൽ പിന്നെ അതിന് കൈക്കൂലി കൊടുക്കണം. ഈ വ്യാപാരവുമായ രംഗത്ത് അങ്ങ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ സെയിൽ ടാക്സ്, ഇൻകം ടാക്സ് പോലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അല്ലേ? അങ്ങനെയൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട അതിമനോഹരമായ ഒരു ലേഖനം അങ്ങയുടെ പുസ്തകത്തിനകത്തുണ്ട്. അതൊരു പക്ഷേ വളരെ ആളുകളെ ആകർഷിക്കുന്ന, ഒരുപക്ഷെ ആരും തന്നെ കൈവച്ചിട്ട് ഒത്തിരി പേര് ഈ ആദിവാസി മേഖല ഗോത്രവർഗ വിഭാഗങ്ങളുമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്, ഇല്ലായികയൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ഒരു വല്ലാത്ത ഗ്രഹാതുരത്വം അനുഭവിപ്പിക്കുന്ന ഒരു എഴുത്തുണ്ട്. അത് എങ്ങനെയാണ് എഴുതാൻ കഴിഞ്ഞത്? അല്ല, അത് യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിച്ച ഞാൻ തന്നെയാണ് അതിനകത്ത് കഥ. അപ്പം അതിനകത്ത് ഒരു കൃത്രിമത്വമല്ല, ഞാൻ അനുഭവിച്ച കാര്യം അതെവിടെ ഒരു കഥ രൂപത്തിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് തീക്ഷ്ണമായ ഒരു അനുഭവക്കുറിപ്പായിട്ട് ആളുകൾ വായിക്കും. യഥാർത്ഥത്തിൽ എൻ്റെ അനുഭവമാണ് അത് ഒരു കഥാരൂപത്തിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ ചാവടി പുസ്തകം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്നൊക്കെ ഇറങ്ങാനാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഇറക്കാനാണ് ചാവടി നമുക്ക് ഈ 1-ാം തീയതി, മാർച്ച് 1-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഈ പുസ്തക പ്രകാശനത്തിന് ശേഷവും നമ്മുടെ ഇത് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കും. അതിന് മുമ്പുണ്ടാവും ഈ പരിപാടി പ്രക്ഷേപണം ചെയ്യും, പക്ഷെ അതിനുശേഷവും ഇത് പ്രക്ഷേപണം ചെയ്യും എന്നതിലേക്ക് വേണം. അപ്പോഴും അതിനൊക്കെ ഈ പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണ വരരുതല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം എങ്ങനെ നല്ലൊരു വേദിയിൽ പ്രകാശനം ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ അടിമാലി ക്ലബിൽ വെച്ചിരിക്കുന്നതും കഴിയാവുന്നതും വരെയൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുമുണ്ട്. നന്നായിട്ട് വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ആളുകളെ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് അങ്ങ് വ്യക്തിപരമായി ക്ഷണിച്ചിട്ടുണ്ടോ? കുറെ പേരൊക്കെ വ്യക്തിപരമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാവരെയും നമുക്ക് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലരെയൊക്കെ വിളിച്ചിട്ട് കിട്ടാതെ വന്നിട്ടുണ്ട്. 1-2 പ്രാവശ്യം ചിലരെ വിളിച്ചിട്ട് ഇപ്പോഴും ചില ആൾക്കാർ ഒരാളെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിനെ വിട്ടുപോയിട്ടുണ്ട്. വിളിക്കണം, സമയമുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അങ്ങേക്ക് ഇപ്പൊ സമയമുണ്ടല്ലോ, അങ്ങേക്ക് അങ്ങയുടെ പ്രേക്ഷകരോട് പറയാലോ, എന്റെ പുസ്തകം ഈ 1-ാം തീയതി ഇത്ര മണിക്ക് ഒന്ന് പറയൂ. അതെ, എന്റെ പുസ്തകം മാർച്ച് മാസം 1-ാം തീയതി, അതായത് വരുന്ന ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് അടിമാലി ക്ലബിൽ വെച്ച് കോനാട്ട് പബ്ലിക്കേഷൻസ് പ്രകാശനം ചെയ്യുന്നതാണ്. എല്ലാവരും ക്ഷണിക്കണം. അതെ, അതുകൊണ്ട് കേൾക്കുന്ന എല്ലാവരെയും ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ കഴിയാവുന്നതും എൻ്റെ മാത്രമല്ല എല്ലാ എഴുത്തുകാരെയും ഒരു പുസ്തകമൊക്കെ വാങ്ങി അതൊന്ന് വായിച്ച് എന്താണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കണമെന്ന്. പ്രകാശനത്തിന് ശേഷമാണ് ഇത് ആരെങ്കിലും ഈ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കേൾക്കുന്നതെങ്കിൽ ക്ഷമിക്കുക, കാരണം ഈ പരിപാടി അതിനു മുമ്പ് റെക്കോർഡ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറയാൻ വന്നത്, ഈ പുസ്തകം എഴുത്ത് അങ്ങ് തുടരൂ? അത് തുടരും. അത് എപ്പോഴും ബുക്ക് എടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ പല എഴുത്തുകളും ദർഭസ്ഥൊന്നായിട്ടില്ല, പലതിലും പെട്ടിട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ ഒരു താല്പര്യം വരുമ്പോൾ എഴുതി എവിടെയെങ്കിലും
പിന്നെ അത് എവിടെ എഴുതി വെച്ചെന്ന് മറന്നു പോകും. ഏതെങ്കിലും ബുക്ക് മറിച്ച് നോക്കുമ്പോൾ അത് അവിടെ കിടക്കും. അതുകൊണ്ട് തന്നെ എഴുതിയത് മുഴുവൻ പുസ്തകത്തിൽ വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ ചില എഴുതാറുണ്ട്, ഇതെന്നാ നാളെ പുസ്തകം ആക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ എഴുതുന്നതല്ല. എനിക്കൊരു താല്പര്യം വരുമ്പോൾ ഞാനത് എഴുതും. അടിമാലിയിലെ കച്ചവടക്കാർക്ക് പൊതുവെ അങ്ങയുടെ എഴുത്തിനോടോ അല്ലെങ്കിൽ എഴുത്ത് പ്രവർത്തനങ്ങളോട്, അതായത് സാഹിത്യ പ്രവർത്തനങ്ങളോട് താല്പര്യമുണ്ടോ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് രണ്ട് വ്യക്തികൾ, ഒന്ന് രണ്ടല്ല, ഈയിടെയായിട്ട് എൻ്റെ പുസ്തകത്തിനെ പറ്റി പലരും വളരെ നല്ല രീതിയിൽ അതിനെപ്പറ്റി പറഞ്ഞവരുണ്ട്. അതുപോട്ടെ, വീട്ടിലെങ്ങനെയാണ്? വീട്ടില് എല്ലാവർക്കും താല്പര്യമാണ്, എന്നാൽ പിന്നെ അതിനകത്ത് അവർ കൂടുതൽ ശ്രദ്ധിക്കാറൊന്നുമില്ല. വിരോധമൊന്നുമില്ല. ഞാൻ ചിലപ്പോ 2 മണി 3 മണിക്കൊക്കെ ചിലപ്പോ കണ്ണു തുറന്ന് ചിലപ്പോ ഇരുന്ന് എഴുതും. ഇദ്ദേഹത്തിന് എന്തിന്റെ സൂക്കേടാ അങ്ങനെയുള്ള പക്ഷെ എഴുതുന്നവന്റെ സൂക്കേട് തീർച്ചയായിട്ടും എഴുതി തന്നെ തീരുള്ളൂ. കാരണം അത് അങ്ങനെയാണല്ലോ രാത്രിയില്. ചിലപ്പോ 2 മണിക്കൊക്കെ ചിലപ്പോ ഉറങ്ങുന്നതിന്റെ എനിക്ക് എന്തെങ്കിലും തോന്നി അപ്പൊ എഴുന്നേറ്റ്. പക്ഷെ അത് പുസ്തകമായി വെളിയിലേക്ക് വരുമ്പോൾ, പ്രകാശിപ്പിച്ചു കയ്യിലേക്ക് വരുമ്പോൾ, തോമസ് മാടവന എഴുതിയ അന്ത്യചുംബനം അല്ലെങ്കിൽ ചാവടി എന്നീ പേരുകളിൽ ഈ പുസ്തകം പുറത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിലുള്ളവർക്കും നമ്മുടെ കൂട്ടുകാർക്കും ഒക്കെ ഒരു വല്ലാത്ത സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? സന്തോഷം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ പോലെയാണ് പുസ്തകങ്ങൾ. അത് പുസ്തകങ്ങൾ അങ്ങ് നമ്മളൊക്കെ മരിച്ചു പോകുന്നവരാണ്. നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയാലും ഈ അക്ഷരങ്ങൾ കൊണ്ട് കോറിയിട്ട ഈ പ്രണയമഹൽ പോലുള്ള വലിയ മനോഹരമായ പുസ്തകങ്ങൾ ഭൂമിയിൽ അവശേഷിക്കും. ഇല്ലേ? ആരെങ്കിലുമൊക്കെ അത് എവിടെയെങ്കിലുമൊക്കെ വായിക്കും. നമ്മൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് ശേഷവും വായിക്കും. നമ്മുടെ പിന്മുറക്കാർ, ഒരുപക്ഷെ നമ്മുടെ മുത്തച്ഛൻ, നമ്മുടെ പ്രപിതാമഹൻ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിരുന്നു അന്ന് എന്നൊക്കെ പറയാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാവും. അങ്ങനെ വലിയൊരു അടയാളപ്പെടുത്തലാണ് അങ്ങ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അഭിമാനിക്കാം അല്ലേ? കച്ചവട രംഗത്ത് തീർച്ചയായിട്ടും നിൽക്കുകയും ഒപ്പം തന്നെ എഴുത്തിൻ്റെ രംഗത്തേക്ക് അതിശക്തമായി കടന്നു വരികയും ഇതിനോടൊക്കെ 2 പുസ്തകം ഇനിയും പുസ്തകം എഴുതുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഞാൻ ഇപ്പോഴും ഒരു എഴുത്തുകാരനായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാനൊരു ശിശുവാണ്. ഞാൻ എന്നെ പറ്റി വിലയിരുത്തുന്നത് എഴുതുവാൻ ആഗ്രഹിക്കുന്ന, എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന, എഴുത്തുകാരെ ഇഷ്ടപ്പെടുന്ന, എഴുതുവാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഞാൻ എന്നെ പറ്റിയുള്ള വിലയിരുത്തൽ അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങയുടെ വിനയത്തിന് മുന്നിൽ വീണ്ടും നമസ്കരിക്കുന്നു. ആ കാര്യത്തിലൊന്നും സംശയമില്ല. ഏതായാലും ഈ മീഡിയാറ്റിൽ വരികയും അങ്ങയുടെ കച്ചവട സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചും എഴുത്തിനെ സംബന്ധിച്ചും ഉള്ളു തുറന്നാണ് അങ്ങ് സംസാരിച്ചത്. അതായത് വളരെ നിഷ്കളങ്കമായി, കൊച്ചുകുട്ടി സംസാരിക്കുന്നതിനേക്കാൾ നിഷ്കളങ്കമായി അങ്ങ് ഇതുമായി സംസാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷമുണ്ട്. വന്നതിന് സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. നന്ദി. എല്ലാ എഴുത്തുകാരും കടന്നു പോകുന്ന അതേ വഴികളിലൂടെയാണ് ശ്രീ തോമസ് മാടവനെയും കടന്നു പോകുന്നത്. അദ്ദേഹവും നേരിടുന്നുണ്ട് ചില പ്രതിസന്ധികൾ. കച്ചവടത്തിൻ്റെ ക്ലേശങ്ങൾക്കിടയിലും എഴുത്തിനെ മാനസിക സുഖത്തിനുള്ള ഒരു വേദിയായി അദ്ദേഹം മാറ്റുകയാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഇങ്ങനെയാവണം എല്ലാവരും. നന്ദി, നമസ്കാരം.